നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നടുവേദന പലരെയും അലട്ടുന്ന ആരോഗ്യ പ്രശ്നമാണ്. നടുവേദനയ്ക്കുള്ള PMR ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയും ഡോക്ടർ കെ ശ്രീജിത്ത് ഉണ്ട്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കുകയാണ്, നടുവേദനയ്ക്കുള്ള പൊതുവായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നടുവേദന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അത് ജീവിതത്തിൽ 80% ആളുകളിലും എപ്പോഴെങ്കിലും അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന ഉണ്ടായിരിക്കും. അപ്പോൾ അത് സർവ്വസാധാരണമായ ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ നമ്മുടെ നടുവിന് ശരിക്കും നടുവിൻ്റെ 2 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് സുഷുമ്നാ നാഡിയും അതിൻ്റെ ഞരമ്പുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് കുനിയാനും നൂരാനും വേണ്ടി ഒരു ഫ്ലെക്സിബിൾ ആവുക. ഈ 2 കർത്തവ്യമാണ് നമ്മുടെ ലംബാർ വെർട്ടിബ്ര നിർവഹിക്കുന്നത്. അപ്പോൾ അതൊരൊറ്റ എല്ലല്ല, അതൊരു 5 കശേരുക്കൾ ചേർന്നതാണ് ഈ ലംബാർ വെർട്ടിബ്രൽ റീജൻ. അപ്പം അതിൻ്റെ നടുക്കിൽ വരുന്ന 2 ഡിസ്കുകൾ, ഈ 2 കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ ഈ 2 ഡിസ്കുകളുടെ കാരണം കൊണ്ടാണ് 40% പേരിലും നടുവേദനയുടെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, രണ്ടാമത്തത് കോമൺ ആയി കാണുന്നത് ഈ 2 വെർട്ടിബ്രയുടെയും ജോയിൻറ്റുകളുണ്ട്. അതാണ് ഫേസഡ് ജോയിൻ്റ് എന്ന് പറയും. ഈ ബാക്കിൽ കാണുന്ന 2 ജോയിൻറ്റുകൾ, ഈ 2 കശേരുക്കൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ആ ജോയിൻറ്റുകൾ, അതിന് വരുന്ന ഈ എപ്പോഴും ഇങ്ങനെ നടുമടങ്ങുകയും നൂരുകയും ചെയ്യുമ്പോൾ അതിന് വരുന്ന തേയ്മാനം, അതിൽ നീർക്കെട്ട്, അതും കൊണ്ടും നമുക്ക് ഫേസഡ് ജോയിൻ്റ് പെയിൻ വരാം. പിന്നെ അതുപോലെ നടുവിന് ചുറ്റുമുള്ള മസിലുകൾക്കുള്ള വേദന, മയോഫേഷ്യൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലിഗമെൻറ്റ്സ്, അങ്ങനെ കുറേ ബോണുകൾക്കുള്ള അസുഖം കൊണ്ട് വരാം. അങ്ങനെ നടുവേദനയ്ക്ക് പല കാരണങ്ങളും ഉണ്ടാവും. അതിൽ മിക്ക കാരണങ്ങളും അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, അത്ര ഗൗരവമുള്ളതായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ നടുവേദന ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം, പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, വാതസംബന്ധമായ രോഗങ്ങൾ ചിലപ്പോൾ നടുവിനെ ബാധിക്കാം, അങ്ങനെ നടുവേദന വരാം. പിന്നെ നടുവിൻ്റെ സാക്രോ ഇലിയാക് ജോയിൻസ്, അതിൻ്റെ ഇൻഫ്ലമേഷനും അതിൻ്റെ അസുഖങ്ങൾ കൊണ്ടും നടുവേദന വരാം. അപ്പോൾ നടുവേദനയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അധിക പേരിലും കാണുന്നത് ഈ ഡിസ്ക് കൊണ്ടുള്ള വേദനയാണ്. അതിന് നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഡിസ്ക് കൊണ്ടുള്ള വേദന, ഡിസ്കിൻ്റെ അസുഖം കൊണ്ടുള്ള വേദന നടുവിനും വരാം. അത് ഡിസ്ക് തള്ളി അത് ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് വന്നിട്ട് കാലിലേക്കുള്ള ഷയാറ്റിക്ക മാതിരിയുള്ള അസുഖങ്ങളും വരാം. അപ്പം അതാണ് ഡിസ്ക് കൊണ്ടുള്ള അസുഖമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാറുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡിസ്ക് പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡിസ്കോജനിക് പെയിൻ, അത് ഞാൻ പറഞ്ഞ മാതിരി 3 ലക്ഷണങ്ങളാണ്. ഒന്ന് ഡിസ്ക് കൊണ്ട് മാത്രം വരുന്നതായിട്ട്, അതായത് ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മുടെ ഡിസ്കുകൾക്ക് രക്തചംക്രമണം വരെ ഉണ്ടാവാറില്ല. അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രമേ രക്തഓട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. നടുക്കിൽ അതിന് രക്തം, അതിൻ്റെ ഡിസ്കിൻ്റെ നടുഭാഗത്തിന് ഓക്സിജനും പോഷകാഹാരവും കിട്ടുന്നത് ഈ ഡിസ്കിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ്. അതായത് ഡിസ്ക് നമ്മൾ മടങ്ങിയിരിക്കുമ്പോൾ പിന്നോട്ട് നിവർന്ന് ചെയ്യുമ്പോഴാണ് മാത്രമാണ്, നമ്മൾ അനങ്ങുമ്പോൾ മാത്രമാണ് ഡിസ്കിന് ഇത് കിട്ടുന്നത്, ന്യൂട്രീഷൻ കിട്ടുന്നത്. അപ്പം ഇനീഷ്യലി ഡിസ്ക് പ്രഷർ കൂടുമ്പോൾ, അതായത് നമ്മൾ എന്തെങ്കിലും പിടിച്ച് പൊക്കുകയോ അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ തന്നെ കുറേ നേരം ഇരിക്കുകയോ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡിസ്ക് പ്രഷർ കൂടിയിട്ട് നമ്മൾ ഡിസ്കിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ന്യൂക്ലിയസ് പൾപ്പോസസും അതിൻ്റെ ചുറ്റുമുള്ള അനുലസ് ഫൈബ്രോസിസും. അപ്പോൾ അനുലസ് ഫൈബ്രോസിസിന് ചെറിയ ദ്വാരങ്ങൾ വന്നിട്ട് അതിന് ചെറിയ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞരമ്പുകൾ അതിലേക്ക് വളരുകയും സിമ്പതറ്റിക് ഞരമ്പുകളാണ് അതിലേക്ക് വളരുന്നത്. അങ്ങനെ വളർന്നിട്ട് അതിൻ്റെ വേദനകൾ അതൊരു പരന്ന വേദനയായിരിക്കും. ഈ സിമ്പതറ്റിക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പരന്ന വേദനയായിരിക്കും. അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പം നടുവിന് ഒരു പരന്നിട്ടായി കിടക്കുന്നൊരു വേദന, തീരെ അങ്ങനെ ഒരു അസ്വസ്ഥത മാതിരിയുള്ള വേദന, പുകച്ചിൽ മാതിരിയുള്ള വേദന, അതാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത്. അത് രോഗിക്ക് മലർന്ന് കിടന്നാൽ രോഗിക്ക് സമാധാനം കിട്ടും. വേറെ ഒന്നുള്ളത് ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് തള്ളിയിട്ട് കാലിലേക്കുള്ള ഞരമ്പുകൾ അമരുന്നത്.
അങ്ങനെയാണെങ്കിൽ നടുവേദനയുടെ കൂടെ തന്നെ രോഗിയുടെ തുടയുടെ ബാക്ക് ഭാഗത്തും കാലിൻ്റെ ബാക്ക് ഭാഗത്തും ഉപ്പൂറ്റി വരെയുള്ള ഒരു ഷോക്ക് അടിക്കുന്ന മാതിരി വേദന, തരിപ്പ്, കടച്ചിൽ എന്നിങ്ങനെ വരാം. അത് രോഗി കുനിഞ്ഞെന്ന് എടുക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും വേദന വരുന്നത്. അതാണ് നമ്മൾ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത് ഡിസ്ക് പ്രൊലാപ്സ് സെൻട്രലാണ്, നടുക്കിൽ നമ്മുടെ ഈ സ്പൈനൽ കനാലിൻ്റെ ഉള്ളോട്ട് വരികയാണെങ്കിൽ, ഉള്ളോട്ടേക്കുള്ള പ്രൊട്രൂഷൻ ആണെങ്കിൽ നമുക്ക് മലമൂത്ര വിസർജനത്തിനൊക്കെ ബുദ്ധിമുട്ട് വരാം, കാലുകൾക്ക് ബലക്കുറവ് വരാം. അങ്ങനെയാവുമ്പം അത് കുറച്ചും കൂടി സീരിയസ് ആണ്. ആ കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് എമർജൻസിയായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ രോഗിക്ക് തളർച്ച ബാധിക്കാം കാലുകൾക്ക്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അതാണ് കോഡ ഇക്വേന സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക് മൂലം പല അസുഖങ്ങളും വരാം, നടുവേദന വരാം, കാലിലേക്കുള്ള കടച്ചിലുകളും വരാം. ഡോക്ടർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള നടുവേദനകൾ വരാറുണ്ട്. ഇതിൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം നടുവേദനയുടെ സങ്കീർണ്ണത? അതെ, എല്ലാ നടുവേദനകൾക്കും നമ്മൾക്ക് വലിയ പരിശോധനകൾ, ശരിക്കും ശാരീരിക പരിശോധന മാത്രം മതി. അതിന് വലിയൊരു പരിശോധനയുടെ ആവശ്യമില്ല, MRIയോ എക്സ്റേയോ ഒന്നും ആവശ്യമില്ല. ചില രോഗികളിൽ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ പരിശോധനകൾ ആവശ്യമേ വരും. അതായത് കുട്ടികളിൽ വരുന്ന നടുവേദന, പ്രായമായവരുള്ള നടുവേദന, വല്ല ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാരുടെ നടുവേദന, പിന്നെ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അങ്ങനെയുള്ളവർ, പിന്നെ സ്റ്റിറോയിഡ് ഗുളികകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന നടുവേദന, അങ്ങനെ ചില ഗ്രൂപ്പുകളിൽ വരുന്ന നടുവേദന, പിന്നെ രാത്രി കിടക്കുമ്പോൾ അമിതമായിട്ടുള്ള വേദന, ഇങ്ങനെയുള്ള രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശക്തമായ കുറേ നേരത്തേക്ക് നിൽക്കുന്ന വേദന, ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നമുക്ക് പരിശോധനകൾ ആവശ്യമേ വരാം. രക്തപരിശോധനയും അതിൻ്റെ കൂടെ MRIയോ എക്സ്റേ പരിശോധനയൊക്കെ ആവശ്യമേ വരാം. അല്ലാതെ സാധാരണ ജസ്റ്റ് ചെറിയൊരു നടുവേദന മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അക്യൂട്ട് ലോ ബാക്ക് പെയിൻ എന്നാണ് പറയുക. അത് ഒരു 1-2 ആഴ്ചയെ നിൽക്കുകയുള്ളൂ. ആ 1-2 അതിന് നമുക്ക് സാധാരണ അത്ര ഒരു ഇൻവെസ്റ്റിഗേഷനൊന്നും ആവശ്യം വരാറില്ല. അത് കുറച്ച് മരുന്നുകൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുകയോ ചെയ്യാൽ അത് കംപ്ലീറ്റ് മാറും. ഡോക്ടർ, ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളതാണ്, ഇതിൻ്റെ സങ്കീർണതകൾ എത്രത്തോളമാണ്? ഒന്നും കൂടി പറയാമോ? ഇതിൻ്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ് നടുവേദന കൊണ്ടുള്ള? അതാണ് നമ്മുടെ നടുവേദന വരുമ്പം അന്ന് ഡിസ്ക് പ്രൊലാപ്സ് വരുന്നുണ്ടെങ്കിൽ കാലുകളിലേക്കുള്ള ഞരമ്പുകൾക്ക് അമർച്ച സംഭവിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ കാലുകൾക്ക് ബലക്കുറവ് വരാം. വേറെയുള്ളത് രോഗിക്ക് നടക്കുമ്പോൾ തരിപ്പായിട്ട് വരാം, നടക്കുമ്പോൾ കാലിൽ തരിപ്പ് വരാം. പിന്നെ ചില സിവിയർ ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിൽ മലമൂത്ര വിസർജനത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഡിസ്ക് കൊണ്ടുള്ള സങ്കീർണങ്ങൾ ഇതാണ് അധികം വരുന്നത്. അതല്ലാതെ തന്നെ പിന്നെ വേറെ നടുവേദനകൾ, ചില ഫ്രാക്ചറുകൾ വരാം, നട്ടലിന് വരുന്ന ക്ഷതങ്ങൾ, വീഴ്ചയിൽ പറ്റുന്ന ക്ഷതങ്ങൾ, അത് ഗുരുതരമായിരിക്കും. അത് ശരിക്കുമുള്ള ചികിത്സകൾ ആവശ്യമാണ്, ശരിക്കുമുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ആവശ്യമാണ്. പിന്നെ നട്ടലിന് ബാധിക്കുന്ന പല അസുഖങ്ങളും അതും നമ്മളത് കണ്ടുപിടിച്ച് ചികിത്സിക്കണം. അപ്പോൾ നമ്മളിതിനെ ശരിക്കും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ നടുവേദന വരുന്നത്, അതനുസരിച്ചിട്ടാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയുണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്ന് സജിന. ഡോക്ടറോട് ചോദിക്കാം. ഹലോ. സജിന കേൾക്കാമോ? ഡോക്ടറോട് ചോദിക്കാം. കേൾക്കാം, പറയൂ. 8 വർഷം മുമ്പ് എന്റെ ഹസ്ബൻഡ് ഒരു നടുവേദന വന്നായിരുന്നു. ഓക്കെ. എത്ര വയസ്സുണ്ട് ഹസ്ബൻഡിന്? ഹസ്ബൻഡിന് 52 വയസ്സായി. ഓക്കെ. അപ്പൊ ഡിസ്ക് തെന്നിരിക്കുമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്, MRI സ്കാൻ ചെയ്തപ്പോ. ഓക്കെ. അന്ന് ബെൽറ്റ് വിട്ട് കുറെ ഗുളികയും കഴിച്ചപ്പോ മാറിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എന്ത് സാധനം നമ്മളിങ്ങനെ കുടിച്ചിങ്ങനെ എടുത്താലും അപ്പൊ നടുവേദനയാണ്. ഇപ്പൊ കുറെ നാളെ റെസ്റ്റ് എടുത്ത് നടുവേദന വന്നോണ്ടേയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത് ഡിസ്ക് മൂലമുള്ള അസുഖം തന്നെയായിരിക്കാം. കാരണം MRIയിൽ ഡിസ്ക് കണ്ടിട്ടുണ്ട്. പിന്നെ കുനിയുമ്പോൾ വേദന വരുന്നുണ്ട്. കാലിലേക്ക് വേദന വരുന്നുണ്ടോ? കാലിലോട്ടും വരുന്നുണ്ട് വേദന. കാലിലേക്ക് എവിടെയാണ് വരുന്നത്? കാലിലേക്ക് തരിപ്പ് മരിയാണോ ഉള്ളത്? കുനിയുമ്പോഴാണ് വേദന വരുന്നത്? മസിലിനൊക്കെ വേദനയുണ്ട് കാലിന്, കാലിന്റെ മസിലുകൾക്ക് വരാൻ. ഓക്കെ. മസിലുകൾക്ക് അത് എന്ത് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്? നിൽക്കുമ്പോഴാണോ, നടക്കുമ്പോഴാണോ, കുനിയുമ്പോഴാണോ വേദന വരുന്നത്? ഇരിക്കുമ്പോഴും കുറെ നേരം നിൽക്കുമ്പോഴൊക്കെ ഉണ്ട്.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ സാധാരണ നടുവേദന ഇങ്ങനത്തെ ഡിസ്കോജനിക് പെയിൻ നമ്മൾ ചികിത്സിക്കുന്ന 2 കാരണങ്ങളാണ്. ഒന്ന് നമ്മൾ വേദന മാറ്റാനുള്ള ചികിത്സകളും, 2 അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തുടർന്ന് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ആദ്യം വേദനകൾ മാറിയ ശേഷം അദ്ദേഹത്തിന് പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് ബാക്കിലെ മസിൽസ് ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ, ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന വ്യായാമങ്ങൾ, പിന്നെ കുറേ നേരം കുനിഞ്ഞു നിന്നുള്ള ജോലികൾ കുറച്ച് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ജോലി തുടരാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്ന മാതിരി ഇങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ, വേദന മാത്രമുണ്ടെങ്കിൽ വേദന നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കി ജോലി തുടരാൻ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഡോക്ടർ സജനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നടുവേദന മാറ്റുന്നതിന് ഫിസിക്കൽ ആൻഡ് റിഹാബിലിറ്റേഷൻ മെഡിസിനിൽ ചികിത്സ എന്ത്? അതെ, അത് സാധാരണ നടുവേദന നമ്മൾ നടുവേദന 3ആയിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ലോ ബാക്ക് പെയിൻ, അതായത് 2 ആഴ്ചകൾ നിൽക്കുന്ന വേദന. രണ്ടാമത്തത് ക്രോണിക് ലോ ബാക്ക് പെയിൻ, സബ് അക്യൂട്ട് ലോ ബാക്ക് പെയിൻ, അതൊരു 2 ആഴ്ച 3 ആഴ്ച തൊട്ട് 6 മാസം വരെ നിൽക്കുന്ന വേദന. പിന്നെ 6 മാസത്തിന് ശേഷം വേദന തുടർച്ചയായി നിൽക്കുക, അതാണ് ക്രോണിക് ലോ ബാക്ക് പെയിൻ. അപ്പം ഈ അക്യൂട്ട് ലോ ബാക്ക് പെയിനിന് സാധാരണ 2 കാരണങ്ങളാണ്. ഒന്ന് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയും, മറ്റേത് നമ്മൾ ന്യൂറോപ്പതിക് പെയിൻ. അതായത് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാഗത്തിന് ഒരു ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേദന, അതാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത്. ആ വേദനയുടെ കാരണം ഈ ശരീരത്തിലുണ്ടാകുന്ന ക്ഷതം കൊണ്ടായിരിക്കാം. അതിന് മരുന്നുകൾ മതിയാവും. അതേമാതിരി ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറയുന്നത് ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ട് വരുന്ന വേദനയാണ് ന്യൂറോപ്പതിക് പെയിൻ. ഈ 2 കണ്ടീഷനും നമുക്ക് മരുന്നുകൾ മാത്രം മതിയാവും. പക്ഷേ ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ എൻറ്റിറ്റിയാണ്. ക്രോണിക് ലോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു അക്യൂട്ട് ലോ ബാക്ക് പെയിൻ ചികിത്സിക്കുന്ന മാതിരിയല്ല നമ്മളൊരു ക്രോണിക് ലോ ബാക്ക് പെയിൻ ചികിത്സിക്കേണ്ടത്. അതിലൊരു നോസിപ്ലാസ്റ്റിക് പെയിൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു തരം വേദന കൂടിയുണ്ട്, നോസിപ്ലാസ്റ്റിക് പെയിൻ. സാധാരണ നമുക്ക് നോസിസെപ്റ്റീവ് പെയിനും ന്യൂറോപ്പതിക് പെയിനും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വേണം, ക്ഷതം വേണം. ആ ശരീരത്തിലൊരു ക്ഷതം ഉണ്ടാകുമ്പോഴാണ് അതൊരു അലാം സിസ്റ്റമാണ്, നമ്മുടെ ശരീരത്തിലൊരു അലാമാണത്. അതായത് നമുക്കിപ്പം ഒരു വയറുവേദന വരികയാണെങ്കിൽ, അപ്പൻഡിസൈറ്റിസ് ഉള്ള ഒരാൾക്ക് വേദന ഉണ്ടെങ്കിലാണ് അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൻഡിസൈറ്റിസ് ഉള്ള ഒരാൾക്ക് വേദന ഇല്ലെങ്കിൽ ആ രോഗി ചികിത്സിക്കില്ല, അത് രോഗിയുടെ കണ്ടീഷൻ മോശമാവുകയും ചെയ്യും. അതേപോലെ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾക്ക്, ഹാർട്ടിന് അസുഖമുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ, അയാൾക്ക് നെഞ്ചുവേദന വരുന്നത് ഒരു അലാം സിസ്റ്റമാണ്. അപ്പം അത് ശരിക്കും വേദന നമുക്ക് നമ്മളെ ഒരു മുന്നറിയിപ്പാണ് ചികിത്സിക്കണമെന്നുള്ളത്. നേരെ മറിച്ച് ഈ ക്രോണിക് പെയിനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു നമ്മുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് വലിയ ക്ഷതം ഒക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ രോഗിക്ക് വേദനയുണ്ടാവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അലാം ചീത്ത ചെയ്തതിനെ കൊണ്ടാണ്. അലാം സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. മറ്റേ രോഗിയുടെ മറ്റേ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് നടുവിനുള്ള ഡിസ്കിൻ്റെ കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ ലിഗമെൻറ്റിൻ്റെ കുഴപ്പങ്ങളോ, മസിലിൻ്റെ കുഴപ്പങ്ങളോ, ഞരമ്പിൻ്റെ കുഴപ്പങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ രോഗിക്ക് ഈ ആ പെയിൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ സിസ്റ്റം ഡിസ്ഫങ്ഷൻ ആയതിനെ കൊണ്ട്, അതിന് കേട്ടുള്ളത് കൊണ്ട് അതിന് വെറും രോഗത്തിന് മരുന്ന് മാത്രം, വേദന സംഹാരികളോ അങ്ങനത്തെ മരുന്നുകൾ മാത്രം മതിയാവില്ല. ഇതിന് നമ്മൾ പറയുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നാണ് പറയുന്നത്. ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ബയോളജിക്കൽ കോസ് മാത്രമല്ല, അതിന് സൈക്കോളജിക്കലായിട്ടുള്ളതും സോഷ്യലായിട്ടുമുള്ള കോസുകൾ, അതായത് മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം കൂടി അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം വേണം. അതായത് കൂടുതൽ വിദഗ്ധരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ചികിത്സ പൂർണ്ണമായിട്ട് ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരെപ്പോഴും വേദന, ക്രോണിക് പെയിനായിട്ട് എപ്പോഴും വേദന പറഞ്ഞ് ഇങ്ങനെ ജീവിക്കും. അപ്പം ഇവർക്ക് ശരിക്കും നമുക്ക് വേണ്ടത് ഇവരുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ ഇവരെ നമുക്ക് ശരിക്കും സൊസൈറ്റിക്ക് അവർക്ക് അവർക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവരെ നല്ല പൗരന്മാരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ പറയുന്നത് ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയാം. 2 ചികിത്സയുണ്ട്. ഒന്ന് പെയിൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റും ഫങ്ഷൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റും. പെയിൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ രോഗിയുടെ ഫങ്ഷനും ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. അതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം, ടീം ഓഫ് സ്പെഷ്യലിസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം എപ്പോഴും ഫിസിക്കൽ മെഡിസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു സിംഗിൾ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സും ഒരു ടീം ഓഫ് ടീം ഓഫ് കോ വർക്കേഴ്സും കൂടിയുള്ള നമ്മുടെ
സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു കോമൺ ഗോളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയും പേഷ്യൻറ്റിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഫിസിക്കൽ മെഡിസിനിൽ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടിയുണ്ട്. രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന് ചാലക്കുടിയിൽ വേണ്ടിയിട്ട് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി. കേൾക്കാമോ? ഡോക്ടർ കേൾക്കാം. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടിയുണ്ട്. നമ്മൾ വേദനയുടെ പോയിന്റ് കണ്ടുപിടിക്കാൻ പെയിൻ ജനറേറ്റേഴ്സ് എന്ന് പറയും. പെയിൻ ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ, എവിടെയാണ് വേദന, എവിടെയാണ്, ഡിസ്കിലാണോ വേദന, ഫേസഡ് ജോയിന്റിലാണോ വേദന, അല്ലെങ്കിൽ ലിഗമെന്റ്സിലാണോ വേദന, സാക്രോയിലിയക് ജോയിന്റ്, എവിടെയാണ് ഈ രോഗിയുടെ വേദന, ആ രോഗിയുടെ വേദന കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ അൾട്രാസൗണ്ട് മരിയുള്ള മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി മരി മെഷീൻസ് ഉണ്ട്. അവിടെ നോക്കിയിട്ട് അവിടെ നീർക്കെട്ടുകൾക്കും മറ്റേ ഇതിനൊക്കെ കുറയ്ക്കാനും വേണ്ടിയുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. അത് നമ്മുടെ ഒരു ഭാഗമാണ്, അതായത് പെയിൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രോഗിക്ക് വേണ്ട രോഗിയുടെ മസിലുകൾക്കും എന്താണ് രോഗിയുടെ കാര്യം, രോഗി കുറേ നേരം അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, മസിലുകൾക്ക് ഡീകണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയുണ്ട്, ജെസി ചാലക്കുടിയിൽ നിന്ന്. ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചു. ഹലോ. കേൾക്കാം, ചോദിച്ചോളൂ. അതെ, എനിക്ക് നട്ടെല്ലിന് വേദനയാണ്. ഈ നടുവിന് ഇങ്ങനെ ഭയങ്കര വേദന. പിന്നെ എലിവശത്ത് എനിക്ക് 62 വയസ്സായി. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 3 കൊല്ലത്തിന്റെ അടുത്തായിണ്ട് നടുവേദന. എടുത്ത വശത്ത് എലിവശത്തും ഭയങ്കര കഴക്കിലും വേദനയും, കാലിന്റെ ഇവിടെ മുട്ടും ഒക്കെ, കണ്ണയുടെ അവിടെയൊക്കെ വേദന, കാലിന്റെ പുറം വശത്ത് ഇങ്ങനെ തരിപ്പ് വരും ഇടയ്ക്കിടയ്ക്ക്. മുട്ടിലും വേദനയാണ്, നീരാണ്, നല്ല നീരുണ്ട് എളിയിലും. കാണിച്ചിരുന്നോ? കാണിച്ചിരുന്നു. ഓർത്തോ ഡോക്ടറെ കണ്ടായിരുന്നു. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിരുന്നോ? എന്തെങ്കിലും പരിശോധനകളൊക്കെ ചെയ്തിരുന്നോ? അപ്പൊ എക്സ്റേ എടുത്തിട്ട്, എക്സ്റേയില് 2 പ്രാവശ്യം എക്സ്റേ എടുത്തു. എക്സ്റേയില് നട്ടെല്ലിന്റെ ഒരു എല്ല് ഉള്ളിലേക്ക് പോയേക്കാന്ന പറയണേ. ഹലോ. എല്ല് തെറ്റി നിൽക്കുന്നതാണെന്ന് പറയുന്നത്? എല്ല് തെറ്റി ഉള്ളിലേക്ക് കേറിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറയണേ. എക്സ്റേ എടുത്തു. അപ്പൊ സ്പോണ്ടിലോലിസ്തെസിസ് എന്ന് പറഞ്ഞ അസുഖമായിരിക്കാം. അതായത് 2 കശേരുക്കൾ നമ്മൾ തെറ്റി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശാരീരികമായ പരിശോധന വേണം. അതിനുശേഷം MRI എടുത്ത് നോക്കണം. അത് നമുക്ക് കുറേ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ, അതായത് നമുക്ക് വേറെ കാലുകളിൽ തളർച്ച ഒന്നിട്ടില്ലെങ്കിൽ നമുക്ക് മരുന്നുകളും വ്യായാമങ്ങളും ജീവിത ശൈലികൾ കൊണ്ടും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ ചില കണ്ടീഷൻസിൽ മാത്രമേ സർജറി ആവശ്യമായി വരാറുള്ളൂ. അങ്ങനെ തെറ്റി നിൽക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ പരിശോധനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തുള്ള ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഈ പ്രായമായ 60 വയസ്സിന് ശേഷമുള്ളതാണെങ്കിൽ നമ്മൾ അതിന് ശരിക്കും എന്തുകൊണ്ടാണ് വരുന്നത് ശരിക്കും നോക്കണം. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, അതായത് എല്ലുകൾക്ക് വരുന്ന ബലക്കുറവ് വരാം. പിന്നെ പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലുകൾ തെറ്റി നിൽക്കാൻ ചാൻസ് ഉണ്ട്, സ്പോണ്ടിലോലിസ്തെസിസ് എന്ന് പറയാം. അപ്പോൾ ശരിക്കുമുള്ള കാരണം കണ്ടുപിടിച്ചിട്ടാണ് ചികിത്സിക്കേണ്ടത്. ഡോക്ടർ ജെസിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ PMR ഡോക്ടറുടെ റോൾ എന്താണ്? PMR ഞാൻ അതാ പറഞ്ഞത്. PMR 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, വേദന, നമ്മൾ ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ നടുവേദന ഗൗരവമുള്ള രോഗമാണോ അല്ലയോ അത് കണ്ടുപിടിക്കണം. രോഗനിർണയം ഭയങ്കര അത്യാവശ്യമാണ്. അതൊരു ഡോക്ടറാണ് ചെയ്യുക. PMR ഡോക്ടർമാർ അല്ലെങ്കിൽ ഏത് ഡോക്ടർ PMR ഡോക്ടർ ആവണമെന്നില്ല. ന്യൂറോളജിസ്റ്റോ ഓർത്തോപെഡീഷ്യനോ ആർക്കും ചെയ്യാം. ആ രോഗം കണ്ടുപിടിച്ച ശേഷം അതിന് ചികിത്സ, ഞാനതാ പറഞ്ഞത്, അക്യൂട്ടും സബ് അക്യൂട്ടും എല്ലാ സ്പെഷ്യലിസ്റ്റുകൾക്കും ചികിത്സിക്കാം. പക്ഷേ ക്രോണിക് പെയിൻ ആണെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ചികിത്സാ രീതിയാണ്. ക്രോണിക് പെയിൻ ആകുമ്പം ഈ 2 കാര്യങ്ങളും കൂടി നോക്കണം. അതായത് നമ്മൾ വേദന മാത്രമല്ല മുഖ്യം, അതിൻ്റെ കൂടെ ഈ വേദനയുടെ കൂടെ തന്നെ ഫങ്ഷൻ, രോഗിയുടെ മറ്റ് കാര്യങ്ങളും നോക്കണം. അതായത് രോഗിക്ക് ജോലി ചെയ്യാൻ പറ്റണം, രോഗിക്ക് സമൂഹത്തിൽ മര്യാദയ്ക്ക് ഇടപെടാൻ പഠിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഫങ്ഷൻ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ മാത്രം പോരാ, എക്സസൈസുകൾ വേണം, സൈക്കോളജി കൗൺസിലിംഗ് വേണം. സൈക്കോളജിക്കലായിട്ടുള്ള കുറേ തെറാപ്പി, CBT എന്നൊക്കെ പറയുന്ന മെത്തേഡ്സ് ഉണ്ട്. അതായത് രോഗിക്ക് എപ്പോഴും രോഗത്തിന് ഈ വേദനയെക്കുറിച്ച് ഭയമുണ്ടാവാം, ഉത്കണ്ഠയുണ്ടാവാം. രോഗിക്ക് കുറേ ബിഹേവിയർ പാറ്റേൺമാർ, അതായത് ഫിയർ അവോയ്ഡൻസ് എന്ന് പറഞ്ഞിട്ട് രോഗി കുനിയില്ല, വേറെ നടക്കില്ല, അങ്ങനത്തെ രോഗിക്ക് വിചാരം എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാരകമായ അസുഖമാണ് തനിക്ക് പിടിപെട്ടിരിക്കുന്നത്, തൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ മാനസികമായിട്ട് രോഗിക്ക് അങ്ങനത്തെ പല തോന്നലുകൾ വരാം.
സൈക്കോളജിക്കലായിട്ടുള്ള ചെറിയ കൗൺസിലിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ രോഗികൾക്ക് വേണം. പിന്നെ അവർക്ക് വ്യായാമങ്ങൾ വേണം. അവരുടെ അവരുടെ എന്താ പറയുക, ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ആക്കണം. മസിൽസിന് തന്നെ 3 കാര്യങ്ങളാണുള്ളത്: സ്ട്രെങ്ത് ട്രെയിനിങ്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി. ഇതൊക്കെ ഘട്ടഘട്ടമായി ചെയ്യിക്കണം. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടത്. അപ്പോൾ ക്രോണിക് പെയിൻ എപ്പോഴും നല്ലത് ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ അവരുടെ ഇതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴായി നമ്മൾ നടുവേദന വരുമ്പോൾ വ്യായാമം ചെയ്യാറുണ്ട്. ഈ വ്യായാമത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? അതുപോലെ തന്നെ ഈ നടുവേദന വരുന്ന സമയത്ത് വിശ്രമം ആവശ്യമാണെന്ന് പറയാറുണ്ട്. ഈ എത്രത്തോളമാണ് ഇതിന്റെ വ്യായാമവും വിശ്രമവും? 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കിൽ നമുക്ക് ഡിസ്ക് അനങ്ങാതെ കുറേ കാലം, ഒരു 2-3 ആഴ്ച അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ, ഒന്നുള്ളത് നമ്മുടെ മസിലുകൾക്കൊക്കെ ബലക്കുറവ് വരും. രണ്ടാമത് ഡിസ്കിൻ്റെ ന്യൂട്രീഷൻ, ഡിസ്കിൻ്റെ എന്താ പറയുക, ഡിസ്കിന് വരുന്ന ന്യൂട്രീഷൻ കിട്ടുന്നത്, ഡിസ്കിന് ഈ 2 എല്ലുകളും തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്കില്ല, അതിന് ന്യൂട്രീഷൻ കിട്ടുന്നത് രക്തം, കാരണം ഡിസ്കിന് ഉള്ളോട്ട് രക്തോട്ടമോ ഞരമ്പോ ഇല്ല. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് ഡിസ്കിന് ന്യൂട്രീഷൻ കിട്ടുന്നത്. അങ്ങനെ ന്യൂട്രീഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നടു വളയുക, നൂരുക ചെയ്യണം. അപ്പോൾ ഒരേ പൊസിഷനിൽ ഒരിക്കലും കിടക്കാൻ പാടില്ല. അതാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒരിക്കലും നമ്മളൊരു രോഗിക്ക് പറയാൻ പാടില്ല. അക്യൂട്ട് ബാക്ക്, ഈ ഡിസ്കോജനിക് പെയിൻ ആണെങ്കിലോ അല്ലെങ്കിൽ മസിലുകളുടെ വേദനയാണെങ്കിലോ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയുന്ന 2-3 കണ്ടീഷനുള്ളൂ. ഒന്ന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ഒന്ന് നടുവിന് വരുന്ന, നട്ടലിന് വരുന്ന ക്ഷതങ്ങൾ, ഒന്ന് ന്യൂറോളജി, കാലുകൾക്ക് തളർച്ച കൂടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ആബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയുന്നുള്ളൂ. മറ്റേത് ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറേ ഇല്ല. രോഗിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ആക്റ്റീവായിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബെഡ് റെസ്റ്റ് ശരിക്കും അത് തെറ്റായ ധാരണയാണ്. നടുവേദന, സാധാരണ നടുവേദനകൾക്ക് ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ രോഗിയുടെ കണ്ടീഷൻ കൂടുതൽ മോശമാവുക ചെയ്യുക. അങ്ങനത്തെ പേഷ്യൻസാണ് കൂടുതൽ ക്രോണിക് പേഷ്യൻസായി മാറുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് ഭയം വരും, അവരനങ്ങില്ല, ശരിക്കും മുട്ട് മടക്കില്ല, നടു മടക്കില്ല. അങ്ങനെ അവർക്ക് ആ രോഗത്തിനെ കുറിച്ചൊരു ഭയം വന്നിട്ട് അതാണ് അവരെ ഒരു ക്രോണിക് പെയിൻ കണ്ടീഷനിലേക്ക് മാറുന്നത്. അങ്ങനെ അവർ ഡിസേബിൾഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, മോഹനൻ മദ്രാസിൽ നിന്ന്. മോഹനൻ, ഡോക്ടറോട് ചോദിക്കാം. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കാം. സാർ, എനിക്ക് ഈ L4 L5 ഗ്യാപ്പ് 4 ആയിട്ട് കുറഞ്ഞ ഒരു സ്കാനൊക്കെ എടുത്തു നോക്കി മദ്രാസില്. അപ്പൊ അവർ പറയുന്നത് ഈ ഗ്യാപ്പ് കുറഞ്ഞു, അത് സർജറി ചെയ്യണമെന്നാ പറഞ്ഞത്. അതിൻ്റെതനുബന്ധിച്ച് ഈ കാലിന് വേദനയുണ്ട്, നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വയസ്സായി മോഹൻ? എനിക്ക് 70 ആയി. 70 വയസ്സ്. ഈ 70 വയസ്സിൽ L4 L5 ഡിസ്കുകൾ തമ്മിൽ അടുത്ത് നിൽക്കുന്നത് സാധാരണമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സർജറിക്ക് ശരിക്കും അതിന് ഇൻഡിക്കേഷൻ പറയുന്നത് ഒന്ന് കാലുകൾക്ക് ബലക്കുറവോ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ MRIയിൽ ഒരു L4 L5 ഡിസ്ക് കണ്ടുവരിച്ചിട്ട് അതിന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് നോക്കിയിട്ട് വിദഗ്ധരായ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് സർജറി ഇല്ലാതെ തന്നെ മാറാൻ പറ്റും. സർജറി, ഈ ഡിസ്കുകൾ തമ്മിൽ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് അതൊരു കോമൺ കണ്ടീഷനാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു 60 വയസ്സോ 50, 70, 60 വയസ്സിന് മേലുള്ള സാധാരണ ആളുകളിലും ഇങ്ങനത്തെ MRI എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ക് ഡിസീസും ഡിസ്ക് പ്രൊലാപ്സും നോർമലായി കാണാറുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക് MRIയിൽ കണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സർജറി ആവശ്യമില്ല. രോഗിയുടെ കണ്ടീഷനും രോഗിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, രോഗിക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണ്, ഒരു ശാരീരിക പരിശോധന നടത്തിയിട്ട് രോഗിയുടെ മസിൽ പവർ, അവർ റിഫ്ലക്സസ്, സ്പർശനം, ഈ പിന്നെ ബ്ലാഡർ, ബവൽ, ഇങ്ങനത്തെ ഈ മലമൂത്രത്തിന് വിസർജനത്തിന് ബുദ്ധിമുട്ട്, ഇതെല്ലാം പരിശോധിച്ച് അങ്ങനെയാണ് നമ്മൾ സർജറി വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ MRIയിൽ ഒരു ഡിസ്ക് കണ്ട് വിചാരിച്ചിട്ട് പേടിച്ചുകൊണ്ട് നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് 70 വയസ്സൊക്കെ ആകുമ്പം അത് നമ്മൾ സാധാരണ ഒരു 70 വയസ്സുള്ള ഏതൊരാളുടെ MRI എടുത്ത് നോക്കിയാലും നമ്മൾ ഡിസ്ക് തമ്മിൽ അടുത്ത് നിൽക്കുന്നത് കാണാം. അപ്പം ഞാനതാ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നടുവേദന, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വേദന, അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അതിന് പല വഴികളുമുണ്ട്. ആ കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തെയാണ് ചികിത്സിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു MRI അല്ല ചികിത്സിക്കേണ്ടത്. ഡോക്ടർ മോഹനന് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, വേറൊരു ചോദ്യമാണ്. നടുവേദന അകറ്റുന്നതിന് നമ്മൾ പലപ്പോഴായിട്ട് നടുവേദനയുള്ള ആൾക്കാർ മാർക്കറ്റിൽ കിട്ടുന്ന ബെൽറ്റുകളും കിടക്കകളും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇതും തെറ്റായ ഒരു ധാരണയാണ്. സാധാരണ ബെൽറ്റുകൾക്കൊന്നും യാതൊരു റോളുമില്ല.
ഞാൻ പറഞ്ഞില്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ഡിസ്കുകൾക്ക് വേണ്ടത് അനക്കമാണ്, ആക്റ്റീവായി നിൽക്കുകയാണ്. അതായത് വളയുകയും നൂറുകയും ഒക്കെ ചെയ്യണം. നമ്മൾ ആക്റ്റീവായി നിന്നാൽ മാത്രമേ നമ്മുടെ ഡിസ്കുകൾക്ക് അസുഖമില്ലാതെ നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ബെൽറ്റുകളൊന്നും ഇതിൽ യാതൊരു റോളും സയൻറ്റിഫിക്കലി ഇല്ല ശരിക്കും. അതേമാതിരി നമ്മൾ കാണുന്ന കിടക്കകൾ, അതിലൊന്നും വലിയ റോളുകൾ കാര്യമായിട്ടില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇടുപ്പിന് താഴേക്കുമുള്ള വേദനകളുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇടുപ്പിന് താഴേക്കുള്ള വേദനകളുടെ മെയിൻ കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞ ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടുപ്പിൻ്റെ താഴേക്ക് കാലിലേക്ക് ഷയാറ്റിക്ക എന്ന് പറഞ്ഞ അസുഖം വരാം. അതേമാതിരി നമ്മുടെ ഇടുപ്പിൻ്റെ 2 ജോയിൻറ്റുകൾ, അതായത് സാക്രോയിലിയാക് ജോയിൻ്റ് എന്ന് പറയും, 2 വശത്തായി കാണുന്ന ജോയിൻ്റാണ്. അതിന് വരുന്ന അസുഖങ്ങളും നമുക്ക് ചിലപ്പം കാലിലേക്ക് പടർന്നു കയറാം. അതിനും സാക്രോയിലിയാക് ജോയിൻറ്റ് പെയിനും നമ്മളെ കാലിലേക്ക് വരാം. അപ്പോൾ ആ കാലിലേക്ക് വരുന്ന എല്ലാ വേദനയും നട്ടലിൻ്റെ ഡിസ്ക് കൊണ്ടുള്ളതാവണം എന്നില്ല. അതുമാതിരി കുറേ നേരം നമ്മൾ ഇരിക്കുമ്പം നമ്മുടെ എന്താ പറയുക, നിതംബത്തിൻ്റെ ഭാഗത്ത് പൈരിഫോമിസ് എന്ന മസിലുണ്ട്. ആ പൈരിഫോമിസിൻ്റെ ഉള്ളിൽ ഈ ഷയാറ്റിക് ഞരമ്പ് കുടുങ്ങിയിട്ട് പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതും കാലിലേക്ക് കടച്ചിലായിട്ട് വരാം. അപ്പോൾ കാലിലേക്ക് നടുവിന്ന് കാലിലേക്ക് പടർന്നിറങ്ങുന്ന വേദനകൾക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഡിസ്കോജനിക് പെയിൻ. മറ്റത് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പം അത് നമ്മൾ ശരിക്കും എന്തുകൊണ്ടാണ് അതുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രസവശേഷം നടുവേദന വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രസവശേഷം നടുവേദന വരുന്നത് ഒന്ന് ഞാൻ പറയുന്ന ഒരു കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ അമിതമായിട്ട് കുറേ കാലം റെസ്റ്റ് എടുക്കും, അനങ്ങാതെ കിടക്കും. അതുകൊണ്ട് അവരുടെ മസിൽസൊക്കെ ഡീകണ്ടീഷൻഡ് ആവും. അതുമാതിരി അവർക്ക് അവരുടെ വയറിൻ്റെ പേശികളും ബലക്കുറവ് വരും. അപ്പം അങ്ങനെയുള്ള രോഗിയൊക്കെ ശരിക്കും അതാ പറഞ്ഞത്, അവർക്ക് ശരിക്കും ആക്ടിവിറ്റിയാണ് വേണ്ടത്, ആ റെസ്റ്റ് അല്ല വേണ്ടത്. ശരിക്കും നമ്മുടെ നട്ടലിൽ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ നട്ടലിൽ അതിൻ്റെ സപ്പോർട്ട് ബാക്കിൽ മാത്രമേ ഉള്ളൂ. മുൻഭാഗത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് അബ്ഡമൻ മസിൽസാണ്, വയറിൻ്റെ മസിൽസിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിൽസ് മുൻഭാഗത്തെ വയറിൻ്റെ മസിൽസ് വീക്കാണെങ്കിൽ നമ്മൾക്ക് എന്തായാലും നടുവേദന വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അവർക്ക് നമുക്ക് ശരിക്കും നല്ല വ്യായാമങ്ങളും, നടുവിൻ്റെ വ്യായാമം മാത്രമല്ല അബ്ഡമൻ മസിൽസ് വ്യായാമം വേണം. കോർ മസിൽസ് എന്ന് പറയും, കോർ മസിൽസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഉള്ളിലെ മസിൽസുകൾ, അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതിനെല്ലാം വ്യായാമം ചെയ്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് പലർക്കും സ്ത്രീകൾക്ക് കാണുന്നതാണ്. അത് ഇതുകൊണ്ടൊക്കെയാണ് കാരണം, മസിലുകളുടെ കോസാണത്. മയോഫേഷ്യൽ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ മസിലുകളുടെ ബലക്കുറവ് കൊണ്ടായിരിക്കാം. അപ്പം അതിന് ശരിക്കും വ്യായാമമാണ് ഉത്തമമായ ചികിത്സ. ഡോക്ടർ, സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. നടുവേദനയ്ക്കുള്ള PMR ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ K. ശ്രീജിത്താണ്. നന്ദി ഡോക്ടർ.